സാധനം വെച്ചെടുത്ത് കാണില്ല. ആ ചേച്ചി ഒരൊറ്റ പാക്കറ്റേ കിട്ടിയുള്ളൂ. ഇഡ്ഡലി മാവ് തീർന്നു, ദോശ മാവ് ഒള്ളി. ഈശ്വര, ഒരു പാക്കറ്റോ? ബ്രേക്ക്ഫാസ്റ്റിന് പ്രകാശേട്ടന് 2 കൂട്ടുകാരും കാണും. അതിപ്പോ ഈ മാവ് ആർക്ക് അറിയില്ലല്ലോ. ദേ എന്റെ ചേച്ചി, ഇപ്പൊ സ്വർണത്തെക്കാള് ഡിമാൻഡാ ഈ ആട്ടിയ മാവിന് പൊടിച്ച മാവിനും ഒക്കെ. മെയ്യനങ്ങാതെ ജീവിക്കുന്നവരുടെ എണ്ണം കൂടിയത് കൊണ്ട് ഇത്തരം ഭക്ഷ്യസാധനങ്ങളുടെ ഡിമാൻഡും കൂടി. ഇപ്പൊ അരയുന്ന, ആട്ടുന്ന, പൊടിക്കുന്ന എന്തും പാക്കറ്റിൽ അടച്ചല്ലേ വരുന്നത്. ദേ, നിന്റെ പ്രസംഗം ഒന്നും എനിക്ക് കേൾക്കണ്ട. എവിടുന്നെങ്കിലും ദോശമാവ് സംഘടിപ്പിച്ചു തരണം. എന്റെ ചേച്ചി, ഇനിയിപ്പൊ മാവ് വേണമെങ്കിൽ ചേച്ചി തന്നെ സ്വന്തമായിട്ട് അരച്ച് പാക്കറ്റിലാക്കി. അല്ല ചേച്ചി, എന്താടാ? അല്ല ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞേ? സ്വന്തമായിട്ട് മാവരച്ച് പാക്കറ്റിലാക്കി ചേച്ചി തന്നെ. നീ പറഞ്ഞത് നിനക്കറിഞ്ഞൂടെ? ചേച്ചി, ഒരു ഉഗ്രൻ ഐഡിയ. എന്താ ഐഡിയ? ഫുഡ് പ്രോഡക്റ്റ്. സ്വന്തമായിട്ടൊരു ഫുഡ് പ്രോഡക്റ്റ്. എന്ന് വെച്ചാ അത് തന്നെ, സ്വന്തമായിട്ടൊരു ഫുഡ് പ്രോഡക്റ്റ്. ഒരു വരുമാനവുമാവും ജീവിത ലക്ഷ്യവുമായി. അച്ചാറുകൾ, പലതരം മാവുകൾ, ധാന്യപ്പൊടികൾ, അതൊക്കെയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സംയുക്ത സംരംഭം ആലോചിക്കുന്നത്. മണിയൻ എന്നോട് പറഞ്ഞു, ചേച്ചിയോട് ചോദിച്ച് ഒരു സംയുക്ത സംരംഭമായി ആലോചിച്ചാലോ ഒന്ന്, ഒരു കൂട്ടു ബിസിനസ്. അല്ല, എന്ന് വെച്ചാ അങ്ങനെ ഒരു ബിസിനസിന് സ്കോപ്പ് ഉണ്ടാവോ? ഉണ്ടോന്നാ എൻ്റെ ചേച്ചി? ഇപ്പൊ കംപ്ലീറ്റ് പാക്കറ്റ് ഫുഡിന്റെ കാലമാ. ഇറച്ചി, പായസം, സദ്യ ഒക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ആൾക്കാർ കാറ് കടയുടെ മുമ്പിൽ നിർത്തി കൈ നീട്ടും. അപ്പം കയ്യിൽ പാക്കറ്റ് വെച്ച് കൊടുക്കണം. അത്ര ഫാസ്റ്റാ കാര്യങ്ങൾ. ചേച്ചി, ഇതേ ഈ ഒരു മഹത്തായ ബിസിനസ്സിന് വേണ്ടിയുള്ള പാർട്ണറെയാണ് പ്രകാശ് കുമാർ സാറിൻ്റെ ഭാര്യ തേടിക്കൊണ്ടിരിക്കുന്നത്. ഈ സുവർണ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഭയങ്കര അബദ്ധമായിരിക്കും. സമ്മതം. ഈ ബിസിനസ്സിൽ പാർട്ണർ ആവാൻ എനിക്ക് പൂർണ്ണ സമ്മതം. ഭർത്താക്കന്മാരെ ആശ്രയിക്കാതെ നമുക്ക് തന്നെ ഈ ബിസിനസ് വികസിപ്പിക്കണം. അവരെ അസൂയപ്പെടുത്തണം. അതെ, ഒരു സ്ത്രീ സ്വയം പര്യാപ്തമാവുന്ന നാടിനെ പുരോഗതിയുള്ളൂ, വളർച്ചയുള്ളൂ. സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം ഞങ്ങൾ രണ്ടുപേരും ഏറ്റിരിക്കും. അച്ചാറുകൾ, വിവിധ തരം കറികൾ, ചമ്മന്തിപ്പൊടി, പൊടിച്ച മാവ്, ആട്ടിയ മാവ്, ഇതൊക്കെ ആയിരിക്കണം പ്രധാന പ്രോഡക്റ്റുകൾ. അത് കൊള്ളാം. അതെ, നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് നല്ലൊരു പേര് കണ്ടുപിടിക്കണം. സുപ്ര ആമ എന്നായാലോ പേര്? സുപ്ര ആമയോ? അതെന്തൊന്നു പേര്? സുമയുടെ സു, പ്രകാശ് കുമാറിന്റെ പ്ര, അശോകന്റെ ആ, മായയുടെ മാ. അത് ശരിയാവൂല. അതെന്ത്? അല്ല, ശരിയാവൂല. ഈ പേര് ശരിയല്ല. അതെന്ത് ശരിയാവാത്ത കാര്യം പറ. അത് ഞാൻ പറയാം. അശോക സാറിന്റെ ആയും മായയുടെ മായും ലാസ്റ്റായി പോയില്ലേ? അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമാണ് ആ. അതുകൊണ്ട് അമാ സുപ്ര എന്ന് പറയുന്ന ഒന്നുകൂടി നല്ലത്. അത് ശരിയാ. അത് പറയാൻ തന്നെ ഒരു ഒഴുക്കുണ്ട്. അമ്മാ സുപ്ര ഫിക്സ് ചെയ്തിരിക്കുന്നു. ഏയ്, അത് പറ്റില്ല, അത് പറ്റില്ല. സുപ്ര ആമ, അത് മതി. അത് പറ്റില്ല. അമ്മാ സുപ്ര മതി. ഓ, മതി 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 മതി. കച്ചവടം തുടങ്ങുന്നതിന് മുമ്പേ എന്നെ 2 എണ്ണം കൂടെ പൂട്ടി കെട്ടിക്കോ മാഡങ്ങളെ. അതെ, നിങ്ങൾ രണ്ടും പറയാത്തൊരു പേര് ഞാൻ പറയാം. അപ്രമാസു. അത് തീർക്കടില്ല. ശരിയാ, കേട്ടിട്ട് ഒരു ഫോറിൻ ടച്ച് ഉണ്ട്. കെട്ടിക്കോ കെട്ടിക്കോ, അവിടെ കെട്ടിക്കോ. അപ്രമാസു ഫുഡ് പ്രോഡക്ട്സ്. ഇത് നമുക്ക് പൊടി പൊടിക്കണം. പൊടിക്കണം. അതിന് നമുക്ക് ആദ്യം 1-2 ഗ്രൈൻഡർ വാങ്ങണം. അയ്യോ, അതല്ല, ഇത് കലക്കണമെന്ന് പറയായിരുന്നു ഞാൻ. എന്നാ പിന്നെ നമുക്ക് മിക്സി വാങ്ങാം. അതിന്റെ കാര്യമല്ല, ഈ ബിസിനസ് ഉണ്ടല്ലോ, ഈ ബിസിനസ് അത് കലക്കണമെന്ന്. ചേച്ചി, ഇത് കലക്കാനാണെങ്കിൽ നമ്മൾ ഇത്ര കെട്ടിപ്പോണ്ട കാര്യമുണ്ടോ? അയ്യോ, ഈ മായ്ക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്തോന്ന് മായ ഇത്? ഈ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അത് ഈ ചേച്ചിക്ക് ഒന്നും അറിയില്ല. എന്തായാലും ഈ പദ്ധതിയേക്കും.
പ്രകാശ് കുമാർ സാറും അശോക് കുമാർ സാറും കൂടി തുടങ്ങിയ ബുദ്ധി രാക്ഷസ കൃതത്തെക്കാൾ ഇത് ശോഭിക്കും, അത് ഉറപ്പാ. ആ ഞാൻ മൊത്തത്തിൽ ഒരു കണക്ക് കൂട്ടി നോക്കിയപ്പോ ഈ കോളനിയിൽ മാത്രം വിറ്റ് കിട്ടിയാലും ലാഭമാ. ഈ കോളനിന്നല്ല, കേരളത്തിലെ എല്ലാ കോളനിയിലും അപ്രമാസത്തിന്റെ ആഹാര വിഭവങ്ങൾ കൊണ്ട് കൂട്ടിക്കണമെന്നല്ലേ? കറക്റ്റ്. ഇതുപോലെ ചെറിയൊരു അച്ചാർ ബിസിനസ് തുടങ്ങിയതാ ചെമ്പൂരാൻ മസാല കമ്പനി. ഇന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ ലോകത്ത് എവിടെ ചെന്നാലും കിട്ടും. എനിക്ക് അതിന്റെ A to Z കാര്യങ്ങൾ അറിയാം. കറക്റ്റ്. നമ്മുടെ ലക്ഷ്യവും അത് തന്നെ ആയിരിക്കണം. ലോക വിപണി നമ്മൾ പിടിച്ചടക്കണം. അത് വേണം. അത് വേണം ചേച്ചി. അണ്ടാവിനോളം ആഗ്രഹിച്ചാലേ ഒരു ഗ്ലാസിനോളം എങ്കിലും നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം, ഇന്ന് മുതൽ ഇതിനു വേണ്ടിയുള്ള പബ്ലിസിറ്റി തുടങ്ങണം. അതിനെ കുറച്ച് പണം വേണ്ടി വരും. എത്ര വേണ്ടി വരും? പരസ്യമാണ് പ്രോഡക്റ്റിനെ പിടിച്ചു നിർത്തുന്നത്. എത്ര വേണോന്ന് പറ. ഒരു 2000 രൂപ വേണ്ടി വരും. പത്രപരസ്യം, സിനിമാ തിയേറ്ററിലെ സ്ലൈഡ് പരസ്യം, സ്റ്റിക്കർ, ബാനർ. ശരി, പണം ഞാൻ തരാം. പക്ഷേ ഇതിന്റെയൊക്കെ കണക്ക് പ്രത്യേകം എഴുതി വെക്കണം. എന്താ പിന്നെ ഞാൻ പബ്ലിസിറ്റി ഇന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ഹലോ ചെക്കിംഗ്. ഹലോ മൈക്ക് ചെക്കിംഗ്. ഹലോ. ഓക്കേ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അമ്മമാരെ, സഹോദരിമാരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, നമ്മുടെ നാട്ടിലിതാ അതിഭയങ്കരമായ ഒരു ഭക്ഷ്യ വിപ്ലവം നടക്കാൻ പോവുകയാണ്. ഈ ഭക്ഷ്യ വിപ്ലവത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കലയുടെ കലാക്ഷേത്രമായ പ്രകാശ് കുമാറിന്റെ വസതിയിൽ തുടങ്ങുന്ന അപ്രമാസു പ്രോഡക്ട്സിൽ നിങ്ങളുടെ ഇഷ്ട വിഭവങ്ങളായ പുട്ടുപൊടി, അപ്പപ്പൊടി, സാമ്പാർ പൊടി തുടങ്ങിയ വിഭവങ്ങളും ഇക്കിളിപ്പെടുത്തുന്ന അച്ചാറുകളും കൂട്ടിയിണക്കി ഈ കോളനിയുടെ അഭിമാന സ്തംഭങ്ങളായ ഒരു സംഘം സ്ത്രീകളുടെ സാഹസികവും സസ്പെൻസ് ത്രില്ലറുമായ സംരംഭത്തിന് ഇന്ന് 2:45 തിരി തെളിയുന്നു. അപ്രമാസു ഫുഡ് പ്രോഡക്ട്സ്. മലയാളിയുടെ രുചിഭേദത്തിന്റെ തലതൊട്ടപ്പനായി മാറുവാൻ അപ്രമാസു ഫുഡ് പ്രോഡക്ട്സ് ഇന്ന് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. എന്നാൽ ഈ മംഗളകർമ്മം കാണാനുള്ള ഭാഗ്യം അശോക് കുമാർ സാറിന് ഇല്ലാതെ പോയല്ലോ. കൊള്ളാം. തന്റെ പറച്ചിലേട്ടാ തോന്നുന്നു അശോക് സാറിന് എന്തോ ആപത്ത് വന്നെന്ന്. അതെ, അയാളൊരു ജോലിക്ക് വേണ്ടി ബാംഗ്ലൂർ പോയിരിക്കല്ലേ. ഇങ്ങനെ പറഞ്ഞു കൊല്ലിക്കല്ലേ. എന്തായാലും പ്രകാശേട്ട സ്ഥലത്തില്ലാതിരുന്നത് നന്നായി. അല്ലെങ്കിൽ ഇതുപോലൊരു സംരംഭം തുടങ്ങുന്നതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് തടസ്സപ്പെടുത്തിയല്ലാതെ. പിന്നൊരു കാര്യം, അപ്രമാസുവിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈപ്പുണ്യം തെളിയിക്കണം. മാവായാലും മാവ് പൊടിയായാലും അച്ചാറായാലും എന്താണെങ്കിലും ഓക്കെ, എന്തിനും ഒരു പ്രത്യേക രുചി വേണം. അതാണ്. ആദ്യം നമുക്ക് പാക്കറ്റ് മാവിന് തുടങ്ങാം. കവറുപാല് വാങ്ങാൻ പോകുന്ന പോലെ കവറുമാവും നാം രാവിലെ വാങ്ങുന്നത് ഒരു ശീലമാക്കണം. പിന്നെ എല്ലാവരും ഒരു കൂട്ടിലെ കിളികളെ പോലെ ഒരുമിച്ച് നിൽക്കണം. അത് വേണം. അതിനു വേണ്ടിയുള്ള സത്യപ്രതിജ്ഞാ വാചകം ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സത്യപ്രതിജ്ഞാ വാചകം എല്ലാവരും ഏറ്റു ചൊല്ലണം. കൊള്ളാല്ലേ? കൊള്ളാം. സത്യപ്രതിജ്ഞ തുടങ്ങണം. അപ്പൊ എല്ലാരും കൈ ഇങ്ങനെ വെക്കൂ. ഇത് പിച്ചക്കല്ല, ഇങ്ങനെ വെക്കൂ. ഈ കോളനിയിൽ വീട്ടമ്മമാരുടെ അടുക്കള ജോലി ലഘൂകരിക്കുന്നതിനും രുചികരമായ ഭക്ഷ്യവസ്തുക്കൾ കുടുംബാംഗങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും സാഹസികവും രുചികരവുമായ ഈ സംരംഭത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം തുല്യമായി വീതിക്കുകയും അതിനെ ചൊല്ലി കലവില കൂട്ടി ഈശ്വരനെ സാക്ഷി നിർത്തി സത്യം ചെയ്തു കൊള്ളുന്നു. പ്രതിജ്ഞ തീർന്നു. അല്ലെ തീർന്നു പറഞ്ഞേ? അല്ല, തീർന്നു പറഞ്ഞതാണ്. പറയണ തീർന്നു. മനോരമ, നിങ്ങൾ എത്ര വികാരം കൊള്ളുന്നതിന് നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞോണ്ടല്ലേ ഞങ്ങൾ എനിക്കറിയാം. അതെന്നെ പറഞ്ഞേ. മതി മനോര. ഇനി നമുക്ക് ഗ്രൈൻഡർ പ്രവർത്തിപ്പിച്ച് ഉദ്ഘാടനം ചെയ്യാം. ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഞാൻ ചെയ്യാം.
ഓ അയ്യോ, ഇനി അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് ചെയ്താ മതി. വാ വന്നാട്ടെ. ശരി, തുടങ്ങാം. റെഡി, 1 2 3. ഏതായാലും നല്ലൊരു നിമിത്തമാണ് മണി. കറക്റ്റ്. ഈ സംരംഭത്തിന് കറണ്ടിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കും. അതെ, അതെ. ആ ശരി, എന്നാ ഇനി അടുത്ത സ്റ്റെപ്പ് വരുമ്പോ കാണാം. വണ്ടി സൂക്ഷിച്ച്, വണ്ടി ഓടിച്ച് ചാവല്ലേ. വാ, പൊടിയോ. ഇതുവരെ നമ്മൾ ഓരോ കടകളിൽ ഈ സാധനം അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഇനി കണ്ണി കാണുന്നവനൊക്കെ തടഞ്ഞു നിർത്തി ഈ സാധനം വാങ്ങാൻ പ്രേരിപ്പിക്കണം. സ്നേഹത്തോടെ പറഞ്ഞു നോക്കാം. കേട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തും. എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, സാധനം വിറ്റഴിയണം. അത്രേ ഉള്ളൂ കാര്യം. ഒരുത്തം പോണ്. ഹലോ ആശാനെ, ഒന്ന് നിന്നേ. ഇങ്ങ് വന്നേ. ഇങ്ങ് വന്നേ. ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേ. എന്താ ഇങ്ങ് വാ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? കട്ടും പുടലയും? കട്ടും പുടലിയോ? അതെന്തോന്ന്? അല്ല, പുട്ടും കടലയും. ഓക്കെ, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഏട്ടാ? അത് തീരുമാനിച്ചിട്ടില്ല. അയ്യോ, അത് പറഞ്ഞാൽ പറ്റൂല. അത് തീരുമാനിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അതൊക്കെ തീരുമാനിക്കും. ഇങ്ങ് വന്നേ. ഇതൊരു കേരളീയ ആഹാര വിഭവമാണ്. ദോശമാവ്, അപ്രമാസ ദോശമാവ്. ഇതുവരെ ചേട്ടൻ കഴിച്ചിട്ടുള്ള ദോശമാവ് പോലെ അല്ല ഇത്. യഥാർത്ഥ ദോശ എന്താണെന്നും അതിന്റെ രുചി എങ്ങനെയാണെന്നും ചേട്ടൻ അനുഭവിച്ചറിയാൻ സാധിക്കും. ഒരു പാക്കറ്റ് 22 രൂപ മാത്രം. അപ്രമാസവും പതിവായി നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കേവലം 12 രൂപയ്ക്ക് ഒരു പാക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദോശമാവ്, ഉപ്പുമാവ്, പുട്ടുമാവ്, ഇടിയപ്പം, കൊയലപ്പം, കൈക്കട്ട എല്ലാം. അയ്യോ, എന്റെ സൗകര്യം പോലെ പിന്നെ ഞാൻ വാങ്ങിച്ചോളാം. അയ്യോ, അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. ഇത് വാങ്ങാതെ ചേട്ടൻ ഞങ്ങൾ വിടൂല. ഞാനിത് വാങ്ങണോ വേണ്ടോ തീരുമാനിക്കും നിങ്ങളാണോ? എനിക്കിത് വേണ്ടെന്ന് വെച്ചാ വേണ്ട. അത് ശരിയാവൂല. മര്യാദക്കൊരു കവറ് വാങ്ങുന്നത് നിനക്കല്ലത്. ഇല്ലെങ്കിൽ താ അനുഭവിക്കും. അതിന് ഞാനിത് വാങ്ങി ഉപയോഗിച്ചാലല്ലേ? എന്ന് വെച്ചാ ഇത് വാങ്ങി ഉപയോഗിച്ച താൻ അനുഭവിക്കുന്നു. ഞങ്ങൾ എന്ത് വേണോ പറഞ്ഞോ, പക്ഷെ അപ്രമാസൂനെ തൊട്ട് കളിച്ചാണ്ടല്ലോ വിവരം അറിയും. പറഞ്ഞേട്ടാ, നിങ്ങൾ വെറുതെ ആവശ്യമില്ല പ്രശ്നം ഉണ്ടാക്കരുത്. എനിക്ക് പോണം. ഈ അപ്രമാസം ഒരു പാക്കറ്റ് വാങ്ങാതെ നിന്നെ ഇവിടുത്തെ പ്രശ്നോദിക്കണം. ജീവനി കുതുണ്ടി വാങ്ങിക്കടാ, അല്ലെങ്കിൽ നീ വാങ്ങിക്കും. നിനക്കറിയാം, 22 2 പാക്കറ്റ് നീ വാങ്ങിച്ചിട്ടുണ്ട്. നീ ഇവിടുന്ന് പോളൂ. അല്ലെങ്കിൽ നീ 100 രൂപയുടെ കാടമുട്ടായിരിക്കട്ടെ ഒരു കേട് മാറ്റാൻ. അറിയോ? ചേച്ചി, ഇത് കണ്ട? ഈ കവർ കാണേണ്ട താമസം. കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് ഓടി വന്ന് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് പോവേണ്. ഏതായാലും ഈ കോളനിയിലെ വീടുകളിൽ നിന്നും നല്ല റിപ്പോർട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ മാർക്കറ്റില് അപ്രമാസം ഒരു സംസാര വിഷയമായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മാവും അച്ചാറും മാത്രം പോരാ. അവിയൽ, പച്ചടി, തോരൻ, സാമ്പാർ ഇതൊക്കെ കൂടി പാക്കറ്റിലാക്കി എത്തിക്കണം. അത് വേണം. ദോശ മാവിന്റെ കൂടെ ഇതുപോലെ കറികളും കിട്ടിയാൽ കസ്റ്റമേഴ്സിന് അത് വലിയ അനുഗ്രഹമായിരിക്കും. കറക്റ്റ്. വൈകുന്നേരം ഓഫീസ് വിട്ട് ട്രെയിനിൽ വരുന്ന സ്ത്രീകൾ യാത്രക്കിടയിൽ പച്ചക്കറികൾ വാങ്ങി വെട്ടി നുറുക്കി പാത്രത്തിലാക്കുന്നത് ഒരു നിത്യ കാഴ്ചയല്ലേ? അത് നേരാ. പക്ഷേ ഈ അവിയൽ സാമ്പാറും പാക്കറ്റിലാക്കി കേടുകൂടാതെ സൂക്ഷിക്കുന്ന എങ്ങനെയാ? അയ്യോ, അതൊക്കെ സൂക്ഷിക്കാം. കരിക്ക് വെള്ളം പോലും മാസങ്ങളോളം കേടുകൂടാതെ ബോട്ടിലാക്കി സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെയാണ് ഈ അവിയലും തോരനും ഒക്കെ. അങ്ങനെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സാങ്കേതികമായി അറിവുള്ള ഒരാളെ നമുക്ക് കൊണ്ടുവരണം. അതൊക്കെ ഞങ്ങൾ കൊണ്ടുവരും. എനിക്ക് അധികം താമസിക്കണ്ട. ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിലെ കുക്കായാലും മതി. അതൊക്കെ പണച്ചെലവുള്ള കേസാണ്. പണമൊക്കെ ഞങ്ങൾ തരാം. നിങ്ങൾ ആദ്യം ഇതിന് പറ്റിയ ഒരാളെ തേടി പിടിക്കും. ഒരാളുണ്ട്. അവനെക്കുറിച്ച് A to Z കാര്യങ്ങൾ എനിക്കറിയാം. എടാ മണി, അല്ല, അങ്ങനെയുള്ള ഒരാളെ എവിടെ നിന്ന് തേടി പിടിക്കും? അതൊക്കെ തേടി പിടിക്കാം. നീ ഇത് പിടി. ഇതെന്തോന്ന്? നീ ഇത് ആദ്യമായിട്ട് കാണാ? ഇത് ഇന്ത്യൻ കറൻസി. കുക്കിനെ തേടി പിടിക്കാൻ സുമാമാടം മായാമാടം ഏൽപ്പിച്ചതാ. എടാ, ജോലി ചെയ്യുന്നതിനെ നമുക്കും കിട്ടണടാ മെനക്കേട് കൂലി. അല്ല, ഇത് കുക്കിന് കൊടുക്കാനുള്ളതല്ലേ? തൽക്കാലം കുക്കിന് വെച്ചത് ചക്കിന് കൊണ്ടെന്ന് വിചാരിച്ചാ മതി. എന്നാ നീ ഇത് പിടിച്ചേ. അപ്പൊ കുക്കിന്റെ കാര്യോ? കുക്കിനൊക്കെ ഞാൻ ഒപ്പിച്ചുകൊണ്ട് വരാം.
ഏ? യവനെന്തോന്ന് കുക്ക? അയ്യേ, ഓ, എടാ ഡെറാഡൂൺ, ഗോവ, ബാംഗ്ലൂർ അങ്ങനെ വലിയ വലിയ പട്ടണങ്ങളിലെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ കുക്കായി ജോലി നോക്കിയാണോ അവൻ. എന്റെ നാട്ടുകാരനാ. എടാ പറഞ്ഞു വരുമ്പോ എന്റെ ഒരു ബന്ധുവായിട്ട് വരും. പറഞ്ഞു വരുമ്പോ ബന്ധുവായിട്ട് വരുന്ന യവനെ എനിക്ക് നല്ലോണം അറിയാം. അനിയൻ എന്നെ പരിചയമുണ്ടോ? സത്യമായിട്ടും എനിക്ക് ചേട്ടനെ അറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഓ എന്റെ ദൈവമേ, ഇപ്പൊ പിടികിട്ടി. മണിയും തെറ്റിദ്ധരിച്ചതാ. ഇവനെപ്പോലെ ഒരാൾ കൂടി ഉണ്ട്, ഇവന്റെ ചേട്ടൻ. ഞാൻ ഇരട്ട പറ്റതാണ്. നീ ഇരട്ട പറ്റതാ, പക്ഷെ കണ്ട അങ്ങനെ പറയൂലല്ലോ. ഇവന്റെ അമ്മ ഇരട്ട പറ്റാന്ന് പറയണ്ട. ഞങ്ങൾ ഇരട്ടകളാണ്. ഐ തിങ്ക് എന്റെ ബ്രദർ പണ്ടെങ്ങും ജോലി അന്വേഷിച്ച് ഈ സിറ്റിയിൽ വന്നിരുന്നതായിട്ട് എനിക്ക്. അപ്പൊ ആ പുള്ളിയെ കണ്ടിട്ടാണ് മണിയൻ ഇവനാണെന്ന് തെറ്റിദ്ധരിച്ചത്. ഇവൻ പാവം. ഇവൻ എത്ര വർഷങ്ങളായിട്ട് എനിക്കറിയാം. ഞങ്ങൾ തമ്മിൽ അത്ര വലിയ സാദൃശ്യം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിട്ടില്ല ചേട്ടാ. അയ്യോ, സാദൃശ്യം ഉണ്ട്. ഞാൻ പെട്ടെന്ന് അവനാണെന്നല്ലേ വിചാരിച്ചത്. പിന്നെ ഈ കോളനിയിൽ അവനും അവന്റെ കൂട്ടുകാരൊക്കെ പൊടിച്ച പൊടിയേ ചില്ലറയൊന്നും അല്ല. എന്റെ ബ്രദറിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു, പ്ലീസ്. മാപ്പൊന്നും ചോദിക്കണ്ട. പിന്നെ മനോഹര, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായിക്കൊടു. അയ്യോ, മനോഹരൻ ചേട്ടൻ എന്റെ അടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, പാചകത്തിൽ നീ നിന്റെ കഴിവ് തെളിയിച്ചാൽ പിന്നെ നിന്നെ ഈ കോളനിയുടെ ആസ്ഥാന കുക്കായിട്ട് നിയമിക്കും. അത് പിന്നെ എന്നോട് പറയണോ ചേട്ടാ? പാചകത്തിൽ കലാതിലകം നേടിയവനാണ് ഈ ജപ്പാൻ സുലു. സുലു എന്നാണോ നിന്റെ പേര്? സുൽഫിക്കർ. പക്ഷേ ജപ്പാനിൽ നിന്നും സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം എന്നെ എല്ലാവരും ജപ്പാൻ സുലു, ജപ്പാൻ സുലു എന്നാണ് വിളിക്കാറുള്ളത്. ഇവനാകുമ്പോ ആ പെണ്ണുങ്ങളോട് ജപ്പാൻ സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. അതൊക്കെ ശരി തന്നെ. പിന്നെ ഒരു കാര്യം, അവിടെ ജോലിക്ക് നിൽക്കുന്നതൊക്കെ കൊള്ളാം, വെറുതെ ചീത്തപ്പേര് കേൾപ്പിക്കരുത്. എന്നെ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും ശല്യം ചെയ്യാൻ വന്നാൽ ഞാൻ ജപ്പാൻ സ്റ്റൈലിൽ അവരുടെ ചന്തിക്ക് ചട്ടുകം പഴിപ്പിച്ച് വെക്കും. അത് നീ എന്താന്ന് വെച്ചാ ചെയ്തോ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചേച്ചിമാര് തീരുമാനിക്കും. അങ്ങോട്ട് ഇവിടെ പോണ, അങ്ങോട്ട് പോ. സുൽഫിക്കറായ നീ ഒട്ടും തൊട്ട് കാതില് കടുക്കനും ഇട്ടിരിക്കുന്ന എന്തിനാണെന്ന് മാടങ്ങൾ ചോദിച്ചാൽ നീ എന്തോ മറുപടി പറയും. സത്യം പറയും. ഞാൻ സത്യമേ പറയൂ. എന്തോന്ന് സത്യം? അതായത് ജപ്പാനിലെ സുൽഫിക്കർമാരെല്ലാം പൊട്ടും തൊട്ട് കാതിൽ കടുക്കന് വിട്ടാ നടക്കുന്ന ഞാൻ പറയും. സുൽഫിക്കർമാരുടെ ഒരു സ്റ്റൈലാണിത്. ജപ്പാനിൽ ഈ സ്റ്റൈലിനെ പൊട്ടൂച്ചാൻ കടുക്കൂച്ചാൻ എന്നാണ് പറയാറുള്ളത്. ഇനി ഇതുപോലെ എന്തൊക്കെ സ്റ്റൈലുകൾ കാണാൻ കിടക്കണം. നല്ല തറയാണല്ലോ. ചേച്ചി, ദേ ആള് വന്നിട്ടുണ്ട്. 5 സ്റ്റാർ കുക്ക്. കാറ്ററിംഗിന്റെ ആപാതയുടെ മരച്ച് കലക്കി കുടിച്ചാളാ. നള പാചകം. ഹായ്. നല്ല പേര്. ആ പേരിൽ തന്നെ ഒരു പുതുമയുണ്ട്. ഏത്? അല്ല, കുക്കിന്റെ പേരേ. അയ്യോ ചേച്ചി, ഇത് അവന്റെ പേരല്ല. പിന്നെ ആ പേരൊന്ന് മൊഴിഞ്ഞോട്. ഐ ആം സുലു, ജപ്പാൻ സുലു. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ജപ്പാനിൽ വെച്ചായിരിക്കും. അല്ലല്ല, ഇവിടെ എവിടെയോ വെച്ചാ. ചേച്ചി, ഇത് സയാമി സെരട്ടകളിൽ ഒന്നാണ്. യവന്റെ ചേട്ടനാണ് റഷീദ്. ചേച്ചി അറിയും, നമ്മുടെ ചാക്കോച്ചന്റെ ഡിറ്റക്റ്റീവ്സിൽ ഒന്ന്. മറ്റേ ഓ, പക്ഷേ സയാമിസിൽ ചേട്ടനും അനിയനും ഇല്ലല്ലോ. അതായത് ഞാൻ ഇരട്ട പ്രസവിച്ചതാണ്. അല്ല, ഉമ്മ. അനാവശ്യം പറയുന്നോ? ദേ, നിന്റെ ജപ്പാൻ സ്റ്റൈൽ എന്നോട് കാണിച്ചാലുണ്ടല്ലോ. അയ്യോ എന്റെ ചേച്ചി, ഇത് ആ ഉമ്മയല്ല, അമ്മ എന്ന ഉമ്മ. കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഓ, പേടിക്കണ്ട ചേച്ചി. യവനെ പോലുള്ളവരാവുമ്പോ കൊടി പിടിക്കത്തൂല്ല, ശമ്പളം കൂട്ടി ചോദിക്കത്തൂല്ല. അല്ലേ ജപ്പാസുലു? ദേ, എല്ലാ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണം. അതൊന്നും എന്നോട് പറയണ്ട. ഞാൻ ഭയങ്കര ശ്രദ്ധക്കാരനാ. പിന്നെ എന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ആരും കയറി ഇടപെടരുത്. എവിടെ? എന്റെ മേഖല, എന്റെ പ്രവർത്തന മേഖല. കണ്ണാടി ഊരിട്ട് പോടാ, ഇടിച്ച് ചാവോടാ. ലേഡീസ് ആണല്ലോ. ഹലോ ഹലോ, ഐ ആം സുലു ഫ്രം ജപ്പാൻ. എന്താ ഇത്? ഒന്ന് മാറിക്കോളൂ. ഹലോ, ഒന്ന് തൊട്ട് നോക്കി. അതല്ല, മാവ് തൊട്ട് നോക്കുന്ന കാര്യമാണ്.
അപ്പടി ഉപ്പാണല്ലോ പെങ്ങളെ, ശരിക്കും കുഴക്കേ. അത് ശർക്കര പായസമാണേ. ഇത് പുട്ടുപൊടിയോ കപ്പപ്പൊടിയോ? കപ്പപ്പൊടി അല്ല, അപ്പപ്പൊടി. ഒന്ന് പൊട്ടിച്ചേരെ പെങ്ങളെ. ഇത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ. ഇച്ചിരി വഴി തരൂ. എന്ത് ഭ്രാന്താ. അയ്യോ, ഈ വാഷിംഗ് മെഷീൻ അടുക്കള കൊണ്ട് ആഹാ, വെച്ചിരിക്കുന്നത്. അത് വാഷിംഗ് മെഷീൻ അല്ല, ഗ്രൈൻഡർ ആണ്. ഇതാണല്ലേ ആ, grinder. ഇത് ജപ്പാൻ സാധനമാണോ? മെയ്ഡ് ഇൻ ചെക്കോസ്ലോവാക്കിയ. അയ്യോ, ഞാൻ ജപ്പാൻ സാധനം മാത്രമേ വർക്ക് ചെയ്യാറുള്ളൂ. ഇത് വർക്കിംഗ് Exactly. ഒന്ന് വർക്ക് ചെയ്ത് Thank you. നോക്കാം. എവിടെ എന്റെ വയറും ഒക്കെ? ദോ അവിടെ ഇരിപ്പുണ്ട് പ്ലക്ക്, അങ്ങോട്ട് കൊടുത്തോ. അവിടെ തന്നെ. ആ, ദൈവം സഹായിച്ച് അവനെ കറണ്ട് അനുഗ്രഹിച്ച്